ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള KFC ചിക്കനില്ലേ, അതുപോലെ ഫ്രൈഡ് ചിക്കൻ എങ്ങനെ നമ്മുടെ വീട്ടിൽ റെഡിയാക്കാമെന്നാണ് നോക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പം നമ്മുടെ കുട്ടികളെയും കൊണ്ട് വെക്കേഷനായിട്ട് പുറത്തൊന്നും പോകാൻ പറ്റാത്തൊരു ടൈമല്ലേ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമാവും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പി എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഒരു 1/2 കിലോ ചിക്കനാണെന്ന് ചെയ്യണത്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കണത്. നമുക്ക് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത നമ്മൾ പാക്കറ്റ് തൈര് മേടിക്കില്ലേ, ആ തൈരാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇന്ന് നമ്മൾ ചിക്കൻ ചെറിയ പീസസാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമായ കാരണം നമുക്ക് വലിയ പീസൊന്നും കിട്ടാനില്ല. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഉണ്ട്, അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇടാം. പിന്നെ അധികം ഈ പേസ്റ്റ് ഇട്ടാലും അതിൻ്റെ ആ ഒരു കുത്ത ചിക്കനിലുണ്ടായിരിക്കും, അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. പിന്നെ അത്യാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇപ്പം ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇങ്ങനത്തെ പീസൊന്നും വേണ്ട കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 4-5 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴാണ് ഇതിൽ നന്നായിട്ട് ആ ചിക്കനിൽ ഇത് പിടിച്ച് കിട്ടുള്ളൂ. 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്കിത് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് കോൺഫ്ലോർ എടുക്കാം. 1/2 കിലോന് ഏകദേശം ഒരു 200 ഗ്രാമോളം കോൺഫ്ലോർ വേണ്ടി വരും. ഇതിപ്പോൾ ഒരു 7-8 പീസിനുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ ഈ ക്രിസ്പി ചിക്കനിലൊക്കെ എപ്പോഴും ഒരു തരി നമുക്ക് ഫീൽ ചെയ്യാറില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്സാണ് എടുക്കുന്നത്. ഓട്സും ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, എരിവ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ആ പുറമേലത്തെ കോട്ടിങ്ങിലേക്ക് ആ ഉപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഈ മിക്സ് ചെയ്യണ കൈകൾ പാറുവിൻ്റെയാണ് കേട്ടോ. പാറുവിന് ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് മിക്സിങ് നടത്തും. ഞാൻ പറഞ്ഞില്ലേ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓട്സ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ഇതും കൂടിയും ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ 3 ടേബിൾ സ്പൂൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങളും ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും അറിയാൻ പറ്റും അതിൽ തരി ഉണ്ടോയെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ സാധാരണ എല്ലാവരും ഇതിൽ മൈദ ചേർക്കാറുണ്ട്. അപ്പോൾ മൈദ അത്ര നല്ലതല്ലാത്ത കാരണം ഞാൻ മൈദ ചേർക്കണില്ല. അതിന് പകരം കോൺഫ്ലോർ മാത്രമാണ് ചേർക്കണുള്ളൂ. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യണതായിരിക്കും നല്ലത്. ഇനി നമുക്ക് 2 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുക പറയുമ്പോൾ സ്പൂണ് വെച്ച് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ, ഏകദേശം ആ ഒരു മെത്തേഡൊക്കെ തന്നെയാണ് ഇതിലും നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ ആദ്യം ചിക്കൻ ഈ കോൺഫ്ലോറിൻ്റെ മിക്സിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോൾ കുറേ പീസ് എടുത്തിട്ട് ഈ മിക്സിലേക്ക് ഇട്ടു. അപ്പോഴാണ് മനസ്സിലായത് ഇനി നമ്മളിത് ഓരോ പീസായിട്ട് മുട്ടയിൽ മുക്കി അത് കഴിഞ്ഞ് വീണ്ടും ഈ മിക്സിൽ മുക്കുമ്പോൾ അതിൽ സ്ഥലം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ പീസായിട്ട് ഈ കോൺഫ്ലോറിൽ മുക്കിയെടുക്കുക, അത് കഴിഞ്ഞിട്ട് മുട്ടയിൽ മുക്കുക, പിന്നെ വീണ്ടും ഈ കോൺഫ്ലോറിൽ ഒന്ന് മുക്കിയെടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. അല്ലാണ്ട് എല്ലാ പീസും കൂടി ഒരുമിച്ച് കോൺഫ്ലോറിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം ഉണ്ടാവില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ പീസും ആ കോൺഫ്ലോറിലിട്ടത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പീസായിട്ട് മുട്ടയിൽ മുക്കിയെടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഈ കോൺഫ്ലോറിൻ്റെ മിക്സിൽ ആക്കിയെടുത്തു. പിന്നെ നിങ്ങൾ ഈ കോൺഫ്ലോറിൻ്റെ മിക്സിലാക്കി എടുക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, വല്ലാത്ത കോട്ടിംഗ് ആയിട്ട് എടുക്കണ്ട കേട്ടോ. ഒരു തിൻ കോട്ടിംഗ് ആണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു മുറുക്കൊക്കെ പോലെ ഇരിക്കും. എന്ന് വെച്ചാൽ മുകളിൽ ആ കോൺഫ്ലോറും ഓട്സൊക്കെ കൂടി ഭയങ്കര ഹാർഡായിട്ടിരിക്കും. കണ്ടോ? അപ്പോൾ ഞാൻ എല്ലാ പീസും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. എണ്ണയൊന്ന് ചൂടാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം എണ്ണ കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഇതെപ്പോഴും നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എണ്ണ നല്ലോണം ആവശ്യമാവും. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കുറേ നേരം ഫ്രൈ ചെയ്തെടുക്കരുത്. എന്താ വെച്ചാൽ ചെറിയ പീസസാണ്. സാധാരണ നമ്മൾ വലിയ പീസുകളാണ് ഫ്രൈ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് നേരം ഇട്ടാലും അതിന് കുഴപ്പമില്ല. ഇതിപ്പോൾ ചെറിയ പീസാകുമ്പോൾ നമ്മൾ നോക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ടത് സോഫ്റ്റായിട്ട് തന്നെ വരും. നമ്മൾ KFC ചിക്കനൊക്കെ കിട്ടുന്ന പോലെ സോഫ്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഏകദേശം ഒരു 8 മിനിറ്റൊക്കെ മതിയായിരിക്കും. ഇത് ചെറിയ പീസായ കാരണമാണ് കുറച്ച് സമയം മതി ഫ്രൈ ആയി കിട്ടാൻ. കൂടുതൽ സമയം നമ്മൾ ഇടുന്തോറും ഇത് ആ മുകളിലെ കോട്ടിങ് വല്ലാണ്ട് ഹാർഡായി വരും. അപ്പോൾ നമുക്കൊരു മുറുക്കൊക്കെ കഴിക്കണ ഒരു ഫീലാണ് തോന്നുള്ളൂ. അതുപോലെ തന്നെ ചിക്കനും ആ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ കൊണ്ട് മാറിക്കിട്ടും. വല്ലാണ്ട് ആ കളർ ഒരു റെഡിഷ് കളറൊന്നും ആവാൻ നിൽക്കണ്ട. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ KFC ചിക്കനൊക്കെ ഒരു ഒരു ഗോൾഡൻ കളറായിരിക്കില്ലേ, ആ ഒരു കളറിൽ തന്നെ നമുക്ക് അത് കോരിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് അത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. ഇത് നമുക്ക് സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കാം. അത് ഇതേപോലെ തന്നെ കോൺഫ്ലോറും മുട്ടയുടെ മിക്സിൽ നമ്മൾ മുക്കിയെടുത്തതാണ്.
അത് നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഗോൾഡൻ കളറാവണ വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഇത് നമ്മൾ വീട്ടിൽ കൂട്ടാനൊക്കെ നമ്മൾ കാച്ചിടാനും കൂട്ടാൻ വെക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊരു അരിപ്പ വെച്ചിട്ട് ഈ വെളിച്ചെണ്ണ അരിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൽ കോൺഫ്ലോറിൻ്റെയും ഇതൊക്കെ ഫ്രൈ ആയിട്ടുള്ള പീസസൊക്കെ ഉണ്ടെങ്കിൽ അരിപ്പ വെച്ച് അരിച്ചെടുത്തിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ കൂട്ടാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള KFC ചിക്കൻ പോലെയുള്ള ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷമാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.